നമുക്ക് അങ്ങനെയല്ലേ സാറാ? അങ്ങനെയല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ? ഏതി കൂടി കയറാൻ പറ്റായി? ഏതി കൂടി കയറാൻ പറ്റായി? അതിലൂടെ കയറാൻ പറ്റില്ല, ഇതിലൂടെ കയറാൻ പറ്റായി. പറയ്. ഹലോ ഗായ്സ്. Hello guys. പറഞ്ഞൂടെ? ഇനി പറഞ്ഞാ മതി. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, അപ്പം അതിനും വേണ്ടി ഇറങ്ങിയതാണ്. ഞാനുണ്ട്, എൻ്റെ മോളുണ്ട്, പിന്നെ ആരാണ് പിന്നെ എൻ്റെ സ്വന്തം കൊണ്ടാട്ടിയുണ്ട്. അപ്പം ഞങ്ങളെന്താ ചെയ്യുക, ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ നമുക്ക് റിട്ടേൺ ട്രെയിന് കയറാനുള്ളതാണ്. അപ്പം ഒന്നെന്ത് ചെയ്യും, ഇവരൊക്കെ ഒന്ന് പുറത്ത് ഇറക്കിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവരാ എന്നുള്ള സോപ്പിടുന്ന് പറയില്ല, അതുപോലെ അല്ലേ? അപ്പം അങ്ങനെയുള്ള പരിപാടിയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സാറാ പറയ്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെ മോളെ ഉറങ്ങി എണീറ്റതിൻ്റെ ഒരു ചെറിയൊരു കുറുമ്പുണ്ട്, അപ്പോൾ അതൊന്ന് മാറി കിട്ടണം. വണ്ടി കയറിയാൽ ശരിയായിക്കോളും. നമുക്ക് പോവല്ലേ സാറാ? പോവല്ലേ? നമുക്ക് യൂട്യൂബിലിടണ്ടേ? പറയ്, ഒരു ഹായ് പറയ് എല്ലാവരോടും, ഒരു ഹായ് പറയ്. ഇതൊന്ന് കണ്ണുമ്പോൾ ഫോട്ടോറൊക്കെ ഹായ് പറയ്. വൈഫ് കാണിച്ചാ നമ്മളെ വൈഫിൻ്റെ അനിയത്തിയാണ്. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിങ്ങനെ, അപ്പോൾ ആള് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഉറക്കത്തിൻ്റെ ആ കേട്ടൊന്നുണ്ട് ഇറങ്ങാണ്ട്. സാറാ ഒരു ഹായ് കൊടുക്ക്, ഹായ് ഗെയ്സ് എന്ന് പറയും. എന്നായിക്കോട്ടെ. ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മളെ വൈഫിൻ്റെ സ്വന്തം നാട്. ഇപ്പം എല്ലാവരും വോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ പോവാ സാറാ? നമുക്ക് പോവല്ലേ സാറാ? മാമനതാ, നമ്മളെ മാമനതാ ഉണ്ട്. വൈഫിൻ്റെ ഉമ്മാൻ്റെ അനിയനായി വരും. അനിയനല്ലേ, ആങ്ങള. അനിയനെന്നെ ഏട്ടൻ. സോറി ഏട്ടൻ, നമ്മളെ മാമനാണ്. എന്താ പാട്? ഇപ്പോൾ യൂട്യൂബിലല്ലേ പരിപാടി. എന്നിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. എന്നാ പോവാ? ഹായ്, എന്നാ അത് പിടിക്കടി. പോവല്ലേ? മൈക്ക് വേണം എനിക്ക്? മൈക്ക് വേണ്ട, പോയിട്ട് വരാം. പറ എവിടെ? ഓണം സാറ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഇതില് മൈക്ക് വേണം നിങ്ങൾക്ക്? മൈക്ക് വേണം നിങ്ങൾക്ക്? വേണ്ടേ സാറാ? അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാ, പോവാ? സാറൊക്കെ ഒന്ന് പറയാല്ലേ? സാറ ഒരു ഹായ് ഒക്കെ കാണിച്ചു കൊടുക്കയില്. ഗെയ്സ് ഹായ് എന്നൊക്കെ പറയും. നമ്മളിവിടെ ഒരു ബീച്ചുണ്ട്, നല്ല രസമുള്ള ബീച്ചും അപ്പുറത്ത് പുഴയായിട്ട് വരുന്നത്. അല്ല, അതിന്റെ സെന്ററിൽ കൂടി ഒരു യാത്ര ഉണ്ട്. അതായത് അറിയപ്പെടും ഉണ്ണിയാൽ ബീച്ച് എന്ന് അറിയപ്പെടും. നമ്മൾ ആ ബീച്ചിന്റെ വഴി കൂടി പോകാനുള്ള പരിപാടിയാണ്. എന്നാലും ബീച്ചിലൊന്ന് കയറി ഇറങ്ങാനുള്ള ഒരു സമയമില്ല ഞങ്ങൾക്ക്. വേറൊരു ഫാമിലി വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ എൻ്റെ വൈഫിനെ കൊല്ലാൻ പോള് എന്തോ സാലറി ഒക്കെ കിട്ടിങ്ങനെ പറഞ്ഞു. ഓളെന്ത് ചെയ്യാ, ഓളൊന്ന് കൊല്ലാനുള്ള പരിപാടിയാണ്. അപ്പം അങ്ങോട്ട് പോവാണേ. അങ്ങനെയൊക്കെയാണ്. ഇതുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു യാത്ര. എന്നോട് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സൊക്കെ, ഒരു ദിവസം നിങ്ങളെ വൈഫിനെ നിങ്ങളോ മോളൊക്കെ കൂട്ടിയിട്ട് എന്താ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ദിവസം അതാണ്. വൈഫുണ്ട്, സ്വന്തം മോളുണ്ട്, സ്വന്തം ഭാര്യയുണ്ട് പറഞ്ഞായിരിക്കും. അപ്പൊ ഞങ്ങൾ ഗെയ്സ് ആർമാദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാ, തീർച്ചയായും നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത്. ഓക്കെ, ഇതാണ് നമ്മളെ നാട്. ഇത് വൈഫിന്റെ നാട്, എൻ്റെ നാട് അപ്പുറത്താണ്. ഞാൻ ഇവള് ഇവിടെയാണ്. ഞാനിപ്പോ നാട്ടിലില്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കല്. ഇവിടെ ഉമ്മാക്ക് കുറച്ച് സുഖമില്ലാത്തത് കൊണ്ട് ഉമ്മാൻ്റെ അടുത്ത് ആളില്ല. പിന്നെ 2 ചെറിയ അനിയത്തികളാ, അപ്പൊ ഇവളാണുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ക്ലാസ്സിന് കഴിഞ്ഞിട്ട് മോൾ ഒറ്റക്കാവും. ഇപ്പോൾ മോൾക്ക് എന്തായാലും കമ്പനിക്ക് 2 അനിയത്തികളുണ്ട് അല്ലേ സാറാ? അങ്ങനെയല്ലേ? ഒന്നും പറയാനില്ലേ? അങ്ങനെയെന്ന് പറയുന്നത്. ജ്യൂസ് വേണോ എനിക്ക്? കരിമ്പ് ജ്യൂസ്? ഞങ്ങള് കരിമ്പ് ജ്യൂസ് കുടിക്കാനുള്ള നാട്ടിലെ കരിമ്പ് ജ്യൂസ്. ഇപ്പൊ 3 കരിമ്പ് ജ്യൂസ് കുടിക്കാനുള്ള പരിപാടി. 3 കരിമ്പ് ജ്യൂസ്.
അപ്പൊ ആ കാറതാ വരുന്നത്. ആ കാറ് വരുന്നിടത്താണ് നമുക്ക് പോകേണ്ട വഴി. ആ വഴിയിലൂടെ പോകേണ്ട പരിപാടിയാണ്. അങ്ങനല്ലേ സാറാ? മറ്റാളെ കരിമ്പ് ജ്യൂസ് കുടിക്കേണ്ട ത്രില്ലിലാണ്. എന്തെങ്കിലുമൊക്കെ തിന്നാൻ കെട്ടി മതി. പിന്നെ ഒതുങ്ങിയിരുന്നുള്ളൂ അവിടെ. അണ്ടി വന്നോട്ടെ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെയും കൂടിയും പേടിപ്പിക്കില്ല. പക്ഷെ ഞാൻ പേടിക്കൂല കേട്ടോ, ഞാൻ ആ ടൈപ്പല്ല. അപ്പൊ നമ്മളാ ജ്യൂസ് കുടിച്ചോ എന്താ പാടുന്നത്. ജ്യൂസിന്റെ ടേസ്റ്റ് എല്ലാവർക്കും വരെ പലയിടത്തും ഇപ്പൊ കരിമ്പ് ജ്യൂസ് ഇപ്പം എന്താ പറയാ മറ്റേ ബൂസും പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നവരൊക്കെ ഇവിടെ സാധനമായിട്ടാ പല പരിപാടിയും നോക്കുന്നുണ്ട്. ഇപ്പൊ പലയിടത്തും പലതും ഒന്ന് പല പേരും വെക്കുക. പേരിന് എന്തായിരിക്കും കരിമ്പ് ജ്യൂസ് ആയിരിക്കും. അല്ല കുടിക്കുമ്പോൾ കരിമ്പ് ജ്യൂസ് ആയിരിക്കും, പേരിന് പലതും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് ആ റോട്ടിലേക്ക് കയറി, ആ റോട്ടിലേക്ക് പോവാണ്. അപ്പൊ ആ റോഡൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ബീച്ചിന്റെ അവിടത്തേക്ക് ഓൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര പേടി. ഒരു കുട്ടിയുടെ അമ്മ ആയിക്കണം, എന്നിട്ട് പേടി വിട്ടിട്ടില്ല. എന്താ ചെയ്യ ഗെയ്സ്, നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ ഗെയ്സ്? നമ്മളെ മോളെന്താ ഇത് ഉറക്കത്തിന്റെ ആ കെട്ടിറങ്ങിയിട്ടില്ല, ഉറക്കത്തിന്റെ ക്ഷീണത. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാവും. പിന്നെ ഒച്ചയും ബഹളും അതും ഇതും ഇതായിട്ട് അവിടെ റൂമാക്കി അടുത്തുള്ള ഇങ്ങനെ കിട്ടുക. ഇതാണ് നമ്മളെ ഉണ്ണിയാല് ബീച്ച് ട്ടാ. എന്താ അപ്പുറത്ത് ഇവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പാർക്ക് വരുന്നുണ്ട് അവിടെ ഒക്കെ ആയിട്ട്. ഇതുണ്ട് അപ്പുറത്ത് കടല്. ഇതാണ് കടല്. ഇവിടെ പുഴ, സെൻട്രലിൽ റോഡ്. എന്താ ഞങ്ങളിങ്ങനെ പോവാണ്. ഞാനാണെങ്കിൽ എണ്ണ അടിക്കാനും മറന്നിട്ടുണ്ട്. അപ്പോ വണ്ടി ഓഫായി പോകുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. സൈഡിൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഇതൊക്കെ കണ്ടില്ലേ. എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല, ഞാൻ ആരെങ്കിലും പേടിയാണ്. അതുകൊണ്ട് ഇപ്പൊ 2 പണി ഞാൻ ചെയ്യേണ്ട അവസ്ഥയിലാണ്. പിന്നെ ഇലക്ഷൻ ആയതുകൊണ്ട് പൊതുവെ ആള് കുറവാണ്, ആളില്ല. ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അനുഭവിക്കാനാണ് കേട്ടോ. അല്ലാതെ ഇനി ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഈ ഇതിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രസം കിട്ടൂല. ആ രസം കിട്ടണം തീർച്ചയായും ഇവിടെ വരണം. എൻ്റെ നാട്ടിൽ അവിടെയുള്ള ഞാൻ നിൽക്കുന്ന ഇടത്തുള്ള ഫ്രണ്ട്സൊക്കെ തീർച്ചയായും അവരൊക്കെ കാണുന്നുണ്ട് എന്ന് തീർച്ചയായും അവർ ആഗ്രഹിച്ചിട്ടുണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരൊക്കെ കൊണ്ടുവരണം. അവരുടെ നാട്ടിൽ എന്താ പറയുക, ഞാൻ നിൽക്കുന്നിടത്തൊരു കടൽ കാണണം എന്നുണ്ടെങ്കിൽ ചെന്നൈയിലേക്കോട്ട് പോകണം. ഇവിടെ നമ്മളെ പരിസരത്ത് നിന്ന് ചുറ്റും കടല, അപ്പുറത്ത് ചാടിയാൽ പോയി അപ്പുറത്ത് ചാടിയ കടൽ എന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് കടലിലൊക്കെ തിന്നാൽ. അങ്ങനെയൊക്കെയാണ് ഗെയ്സ്. ഭയങ്കര വെയിലാണ് ഇവിടെ, എന്നാലും ചൂട് കുറവുണ്ട്. അവിടെ അങ്ങനെയല്ല, തമിഴ്നാട് പെരും വെയിലാണ്. ഇത് കിഡ്സ് പാർക്കാട്ടാ. കിഡ്സ് തന്നെ അല്ലത്, ഓൺലി കിഡ്സ് ആണെങ്കിൽ കൊണ്ടാടിക്കും കയറാന്നാ പറയണ പോലെ. കിഡ്സ് പാർക്കാണ്. എന്തായാലും ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പൊ ഈ സമയത്ത് കയറിയിട്ടുണ്ടെങ്കിലേ പിന്നെ പറയും വേണ്ടി വരില്ല. എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ എന്നെ നോക്കണുണ്ട്. അപ്പൊ ഞാനാണ് മെയിൻറ്റെയിൻ ചെയ്യണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയില. ചെക്കന്മാരൊക്കെ പൊളിയാണ്. ഒരു ഷോപ്പ് ഓപ്പണായി വരുന്നുണ്ട്. ഒരുപാട് ഷോപ്പ് എന്താ പറയാ, നല്ല
ഇവിടെ മുമ്പ് താന്നൂർ ആദ്യം ആരെയും ഇവിടെ CPM മാമനല്ലേ ഇന്നാ മാമൻ കൊണ്ടുവന്നിട്ട് അതൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഒരുപാട് നല്ല കച്ചവടം. രാത്രി ഭയങ്കര രസമല്ലേ ഇവിടെ, നല്ല ഭംഗിയല്ലേ. എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, അന്ന് രാത്രി വന്നു നോക്കാം നമുക്ക് എല്ലാവരും കൂടി. ഭംഗി അറിയണ എന്തായാലും വന്നു നോക്കല്ലേ. കടൽ കടൽ ആരുമില്ല, അത് സത്യം. ഇലക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഒന്നാമത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ആകണ്ട് മാറിയിട്ടേ ഞാൻ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ. എന്താ ഇതൊരു ചെങ്കോട്ടയാണ്, കണ്ടില്ലേ ചെങ്കോട്ടയാണ്, ചെങ്കോട്ട. അപ്പോൾ നമ്മൾ പോവുകയാണ്. എന്തായാലും ആ വെയിലിൽ ഞങ്ങൾ ബീച്ചിലേക്ക് ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ ബീച്ചിൽ നിന്ന് തന്നെ സ്വന്തം തറവാട് പോലെയാണ്, കാലെടുത്ത് വെച്ച ബീച്ചിലോട്ടാണ്. അപ്പം എപ്പോഴും വരലില്ല. എന്നാലും എൻ്റെ മോളാണെങ്കിലോ ബീച്ചിനോട് ഒരു എന്താ പറയുക, ബീച്ച് ഒരു പ്രേമിയാണ്, ബീച്ച് ലവറാണ്. കാരണം ഇപ്പോൾ വരണ്ടല്ലേ, നമുക്കിപ്പോൾ പോവല്ലേ, നമുക്ക് ഇപ്പോൾ വേണോ, ഇപ്പോൾ കയറണ, നമുക്ക് അപ്പുറം വരാം, പിന്നെ വരട്ടെ സാറാ. ഇതൊക്കെയാണ് നമ്മളെ ബീച്ച് എന്ന് പറയുന്നത്, ബീച്ച് ഏരിയ എന്ന് പറയുന്നത് കേട്ടാ. അതായത് ഉണ്ണിയാൽ ബീച്ച്, തിരൂരിന്ന് താന്നൂർ റോട്ടിൽ. ഇതാണ് അപ്പോൾ ഉണ്ണിയാൽ ബീച്ച് ഗെയ്സ്. അപ്പോൾ ഇനി ബീച്ച് കാണാത്തവർക്കുള്ളതാണ്. എന്താ ചെയ്യാ, പോവാ അല്ലേ. ബീച്ചിലോട്ടുള്ള വഴികളാണ് ഇതൊക്കെ, പോകുന്ന വഴിയാണ്. പല വഴിയുണ്ട് കേട്ടോ, അങ്ങോട്ട് എത്തിപ്പെടാൻ പല വഴികളുമുണ്ട്. അതിലൊരു വഴിയാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. താന്നൂരിൽ വരുമ്പോൾ അങ്ങനെ കയറല്ലേ. അതായത് തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് എത്ര കിലോമീറ്റർ ഉണ്ട്? സ്ഥിരം ബസ്സിന് പോകുന്നതാണ്, നമുക്ക് ഓൾക്ക് നോളജ് ഉണ്ടോ എന്ന് നോക്കാം. പറയും, അറിയില്ല, സ്വന്തം നാടാണ്, അറിയില്ല. ഏകദേശം അത്ര ഉണ്ടാവും, ഒരു 17 കിലോമീറ്റർ, 17 അത്ര വരുള്ളൂ, 17 കിലോമീറ്റർ വരുള്ളൂ. എന്താ പറയുക, തമിഴ്നാട്ടിൽ പോയിട്ട് ഇവിടുത്തതൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്തോ വെച്ചിട്ട് പോയിട്ട് ഒരു എക്സ്പീരിയൻസ് പ്രകാരം പറയാണ്. ഈ നാട്ടിൽ ജനിച്ച് വളർന്ന ഓൾക്കൊന്നും അറിയില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആയിട്ട് നോളജ് ഇല്ലേ, കൊണ്ടാട്ടിയാറിന് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമായിരിക്കും. നല്ലതാണ്, ഒരു രസം ഉണ്ടാവില്ല എപ്പോഴും ഒരേപോലെ. അപ്പം അങ്ങനെയാണ് ഗെയ്സ്. എന്താ ഹായ് പറയണം, പറഞ്ഞോളൂ കുട്ടികളെ. അപ്പം നമുക്ക് എന്താ ഇവിടെ നിർന്ന ഓഫ് ചെയ്യേ, ഇത് പിടിക്ക്, എന്നാ പിടി. ക്യാമറ ഉള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ. അപ്പൊ ഗെയ്സ്, അപ്പൊ ഇനി എന്തായാലും നമുക്ക് എന്താ ചെയ്യാം, അവിടെ പോയിട്ട് ഇതൊക്കെ തന്നെയാണ് ബീച്ചിന്റെ സൈഡ് കാണാനുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്ന, ആ വീട്ടിലേക്ക് പോവാൻ. അപ്പൊ അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, അവിടത്തെ എന്ന് പറയുന്ന ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല എന്താ പറയാ, കാണാൻ മാത്രം ഇപ്പൊ അവിടെ ഒന്നും ഇല്ല. പിന്നെ അവിടെ ഉള്ള എന്താ വെച്ചാൽ നമ്മൾ എത്താത്താരാണ്, എത്താത്തനെ കാണാൻ ഇതിന്റെ അത്ര രസമൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ എന്നെ കണ്ടാ മതി, അതങ്ങനെ. അപ്പോ പറ, അതല്ലേ ഓളോട് ഞാൻ ചോദിച്ചു മൈക്ക് വേണം. അപ്പോൾ ഓള് പറയും എനിക്ക് പേടിയാണ്. ഓള് ഒരു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, ഒരു 2 വീഡിയോ അങ്ങനെ എന്തോ ഇട്ട് നിർത്തിക്കാണ് ആള് പേടിച്ചിട്ട്. എന്താ വെച്ചാൽ ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കാൻ പോണ ആളാണ്, ഇങ്ങനെ പേടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് ആലോചിച്ചു. ഇതൊക്കെ ഇവളെ ഫ്രണ്ട്സും ആരെങ്കിലും ഇവളെ അറിയുന്നവരൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ നല്ല കമന്റ് അറിയാം. കമന്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ചടപ്പിക്കുക, പറ്റുന്നവരുണ്ടും പറയും. അപ്പൊ ഈ ചടപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഓരോ വർത്താനം പറയണം. എന്ത് ചിലപ്പോൾ എന്താ കൂതറ വർത്താനം പറയണ്ട, അപ്പോഴൊക്കെ ശരിയാവും. എന്താ ചെയ്യുക, കെട്ടിപ്പോയില്ലേ. എന്റെ സുന്ദരി ഉണ്ട് ഇവിടെ. എന്റെ സുന്ദരിയെ ഉറങ്ങിയാ? സുന്ദരി ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്, സുന്ദരി ഒന്നും മിണ്ടായിരിക്കുകയാണ്. അങ്ങനെയാണ്. ഇപ്പൊ എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് ബൈക്കുമേലാണ്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് കാണാം, എന്താണല്ലേ. അങ്ങനെ ഇലക്ഷൻ ആയതുകൊണ്ട് പമ്പ് തുറക്കാത്തത് കൊണ്ട് എണ്ണ അടിക്കാതെ ഞങ്ങൾ എണ്ണ കഴിഞ്ഞ് വഴിയിൽ തങ്ങി.
ആദ്യം നാട്ടിൽ വന്ന് ഇവരായിട്ടൊന്ന് പുറത്തിറങ്ങിയാണ്. എന്താ അവസ്ഥ എന്നറിയാം. വായോ, ഞങ്ങളെന്തേലും ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓടോടെ എണ്ണ കിട്ടുന്നു. അങ്ങനെ ഞങ്ങളെന്തെയ്ത് ഓട്ടോറിക്ഷ കയറി സാറാ. അപ്പം അങ്ങനെ എണ്ണ ഒഴിയില് സാറാ, എന്താ ചെയ്യാ. ഞങ്ങളെന്തെയ്ത് ഓട്ടോറിക്ഷയ്ക്ക് കയറി. അങ്ങനെ ഗേസ് എന്ത് ചെയ്ത് നമ്മളെ എണ്ണ വാങ്ങി, പമ്പിക്ക് എത്താനുള്ള ഒരു എണ്ണ വാങ്ങി. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അവിടെ ഒന്നും പമ്പില്ല, എലക്ഷൻ ആയതുകൊണ്ടേ ഇപ്പൊ എണ്ണ കിട്ടാനും ഒരു വഴിയില്ല. അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെ നടക്കന്നെ. ഓൾക്ക് പിന്നെ നടന്നു തന്ന ശീലമുണ്ട് ക്ലാസ്സിനുമായിട്ട്. അങ്ങനെ നടക്കന്നെ. അല്ല ഇവിടെ എവിടെങ്കിലൊക്കെ ഓളെ കയറ്റി നിർത്തിയാലോ എന്ന് ആലോചിക്കാണ്. ഒരു മസ്ജിദാണ്. അപ്പം അങ്ങനെ എന്താ ചെയ്ത് നമ്മൾ എണ്ണ ബ്ലാക്കിന് വേങ്ങി. ഇനിയിപ്പോൾ പമ്പ് പോവുക, എണ്ണ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളെ പരിപാടികൾ നോക്കുക. അതിനുള്ള സാറാ ഒരു ഹൈ പറഞ്ഞ എല്ലാവരോടും. കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു സുഹൃത്തിനെ കണ്ടു ബാദുഷല്ല. നിങ്ങളറിയില്ല, ഇവർക്ക് ഒരു പെണ്ണ് കിട്ടാണ്ട് പറയണം. എത്രയും പെട്ടെന്ന് ഇതൊക്കെ യൂട്യൂബിൽ കയറി ഒരു പെണ്ണ് കിട്ടാണ്ട് പറയണം കേട്ടാ. നമ്മളെ നാട്ടിൽ എവിടെയും ബേക്കറി കടയില്ലായിട്ട് ഞാൻ കാരത്തൂർക്ക് വന്നത്. ഇവൻ ഈ വാർത്താണ് ഏരിയക്ക് ഞാൻ വരൂലായിരുന്നു. എന്താ ചെയ്യാ. മോന്റെ വിചാരം കൈ കൊടുത്ത് അങ്ങാണ്ട് പോകുന്ന ബാധിച്ച. അപ്പൊ മറക്കരുത് എല്ലാരോടും, അന്നോടല്ല ഇവനിക്കേ ഒരു പെണ്ണ് കിട്ടണം പറയാ. അവിടെ എവിടെയും ബേക്കറി ഇല്ലായിട്ട് ഇങ്ങോട്ട് പോകണം. അപ്പൊ ഈ പഹനെ കണ്ട് നമ്മളെന്താ ചെയ്യാ, കൂട്ടുകാരനാണ്. ഒരുപാട് കാലത്തെ എല്ലാ അലമ്പിനും കൂട്ടി നിന്ന് ഇന്ന അലമ്പാക്കാൻ നോക്കിയത് ഇവനാണ്. ഇവനാണ് ആള് ഇവന്. അപ്പൊ എന്ത് ചെയ്യാ, വളരെ സാറേ പോവാ നമുക്ക്. ബൈ ബൈ, ടാറ്റ. എന്നാ പോവാ വാ. നമ്മള് ഫാമിലി വീട്ടിലെത്തി. അഫ്ന. അങ്ങനെ അഫ്ന വന്നു. യൂട്യൂബിൽ വരും മോളെ, യൂട്യൂബിൽ വരും. അങ്ങനെ എന്ത് ചെയ്ത് ഓള് പറഞ്ഞ കേട്ടോ, ഇന്നെടുക്കല്ലേ അണ്ണാച്ചി കോലത്തില് എന്നില്ല. ഓള് അണ്ണാച്ചി തന്നെയാണ്. തമിഴ്നാട്ടിൽ പോയിട്ട് ഞാൻ അണ്ണാച്ചി ആയിട്ടില്ല. ഓള് കേരളത്തിൽ നിന്ന് ഓള് അണ്ണാച്ചി ആയി. അങ്ങനെയൊക്കെ ആയിട്ട് ഇതാണ് നമ്മളെ താത്താൻ്റെ വീടാണ്. വീട്ടിലേക്ക് വന്നതാണ്. താത്താൻ്റെ വീടിൻ്റെ പരിസരം നല്ല അടിപൊളി പരിസരം. വേണ്ട പാളി. പാളെന്താ ഇത് സാറായി. പറയൂ, എന്തായാലും പറയൂ സാറ, പറയൂ. ഒന്നും പറയാനില്ലേ സാറക്ക്? സാറാ ഒന്നും പറയാനില്ല. എൻ്റെ അമ്മ ഇവിടെ മോളെ. നമ്മളെ താത്തല്ലേ ഇവിടെ, താത്ത പുറത്ത് വയ്ക്കുന്നു. സുന്ദരിയെ എന്താ ഒന്നും പറയാനില്ല, എനിക്ക് ഒന്നും പറയാനില്ല. ഇതാണ് നമ്മളെ താത്തൻ്റെ വീടിൻ്റെ അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ ഇവിടെ കയറി എന്തെങ്കിലൊക്കെ ഒന്ന് കുടിക്കുക, എന്നിട്ട് പോവാ. അങ്ങനെയൊക്കെ പ്ലാനാണ്. ഒരു കുറച്ച് എന്താ പറയാ, വേറെ കുറച്ച് പരിപാടി ഉണ്ട്. നമ്മളെ നെസ്റ്റോലൊക്കെ ഒന്ന് പോവാം. അപ്പൊ ഗൈസ് നമുക്ക് പോവല്ലേ, എല്ലാവരോടും പോവല്ലേ സാറാ? എന്നാ പോവാ. അപ്പൊ ഞങ്ങളെന്താ ഇപ്പോഴുള്ള പരിപാടിയാ. അങ്ങനെ ഞങ്ങളെ പെരേന്ന് ഇറങ്ങി. അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അവരെ കോസ്റ്റ്യൂം ഒന്നും ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ എന്തേ വീഡിയോ എടുത്തില്ല. അങ്ങനത്തെ ഒരു അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, പോകാനുള്ള പരിപാടിയൊക്കെ. എന്താ അറിയില്ല, ഇനി പോകുന്ന വൈകുന്ന പ്ലാൻ മാറുമെന്ന് അറിയില്ല. ഇനി നമ്മള് വേറൊരു പത്താത്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ നാളെ എന്തായാലും പോവാ. പത്താത്തനെ കണ്ട് കുറെ കഴിക്കണം. പത്താത്തന്നെ പോവല്ലേ, എന്നെ കണ്ടിട്ട് പോവാന്നുള്ളത്. എന്തായാലും പ്ലാൻ ഇപ്പൊ ബിയിലാണ്. എയിൽ ഓടിയിട്ട്
അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. എന്തായാലും എന്ത് ചെയ്യാം, നമുക്ക് പോയി നോക്കാം അല്ലേ. ഞങ്ങളിവിടെ എത്തി. അങ്ങനെ എൻ്റെ പൊണ്ടാട്ടിയെ ഞങ്ങൾ പിയാൻ പോവുകയാണ്, ഞാനും എൻ്റെ മോളും കൂടി. പൊണ്ടാട്ടിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. കാത്തിരുന്നിട്ട് കാണാം എന്താണെന്നുള്ളത് അല്ലേ നമുക്ക്. അങ്ങനെയല്ലേ സാറാ? അങ്ങനെയല്ലേ ഏതി കൂടി കയറാൻ പറ്റായി? ഏതി കൂടി കയറാൻ പറ്റായി? അതിലൂടെ കയറാൻ പറ്റില്ല, ഇതിലൂടെ കയറാൻ പറ്റായി. പറയ്. Hello guys. പറഞ്ഞിട്ട് How are you? ഇനി പറഞ്ഞാ മതി. Shukmalai. ഒന്നും പറയാനില്ല സാർക്ക്? ഇനി ഒന്നും പറയാനില്ല? എന്താ പറയാ? ഉള്ളിൽ പോയേക്കാം. ഉള്ളിൽ പോയേക്കാന്ന് പറയ്. Hello guys. ഒന്ന് പൈക്ക പെണ്ണ നമ്മട്ട് എന്താണ് പൂപ്പു? ഓൾക്ക് നാണായിക്കണ്. മൈക്ക് കണ്ടപ്പോഴേ ഓൾക്ക് നാണായിക്കണ്. എന്തിനാ സാറാ നെസ്റ്റോ പോണേ? സാർ എന്തിനാ നെസ്റ്റോ പോണേ? എന്തിനാ നെസ്റ്റോ പോണേ? ഡ്രിങ്ക് വേങ്ങാണ്. ഡ്രിങ്ക് അപ്പൊ നമുക്ക് പോയൊക്കെ ഡ്രിങ്ക് കിട്ടുമെന്ന് പോയേക്കാം. വാ. കൊറേ ദിവസം ഇങ്ങനെ ഡ്രിങ്ക് വേണം എന്ന് പറയുന്നല്ലേ. നമുക്ക് ഉണ്ടോന്ന് പോയൊക്കെ അല്ലേ സാറാ? ഡ്രിങ്കിൽ എന്താ ചെയ്യാ? ഉണ്ടാവും. എന്താണ് നെസ്റ്റന്റെ ഉള്ളിൽ കയറി. പിന്നെ പിയോന്ന് ഒരു ഐഡിയ ഇല്ല. വയോ ഇതെടുക്കണ? ആയിക്കോട്ടെ. എന്താണ് വീഡിയോ ഒന്നും ഫോട്ടോ ഒന്നും അലോട്ടല്ല. നെസ്റ്റോല് വീഡിയോ അലോട്ടല്ല എന്നാ പറയുന്നത്. എന്താന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്നോണ്ടാണോന്ന് അറിയില്ല. അങ്ങനെ ഗെയ്സ് നമ്മളെ ഇതൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ? അവസാനം എന്നോട് ക്യാഷ് കൊടുക്കാനാ പറഞ്ഞത്. എന്താ പാവല്ലേ, അത് ഞാൻ കൊടുത്ത്. എന്താ ചെയ്യാ, ഭയങ്കര ഫീയല്. എന്താ അറിയോ, ഏരിയൊക്കെ ഞാൻ വരില്ല. സാറാ ഇമ്മച്ചി പറ്റിച്ചില്ലേ നമ്മളെ? ഇമ്മച്ചി പറ്റിച്ചില്ല അല്ലേ? ഇമ്മച്ചി ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആരാ കൊടുത്ത്? സാറാ ആരാ ക്യാഷ് കൊടുത്ത്? ഡെങ്കി ഇല്ലാത്ത ഞാൻ എവിടുന്ന് ഉണ്ടാക്കും? ഇല്ലാത്ത നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? അങ്ങനെയല്ലേ സാറാ? പക്ഷെ നെക്സ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ. വീഡിയോ അവരെ മാനേജറെ പെർമിഷൻ കണ്ടു. അവിടെ മാനേജറൊന്നും കാണുന്നില്ല. പിന്നെ വേണ്ടാന്ന് വെച്ചു. വണ്ടി ഇവിടെയല്ലേ. ഓക്കെ, അപ്പം നമ്മളെന്ത് തിരിച്ച് വീട്ടിലോട്ട് പോവാനുള്ള പ്രോഗ്രാം പോവല്ലേ. അപ്പോൾ വീട്ടിലോട്ട് ഇത് പിടിച്ചാ അതിപ്പോൾ വീഴും. കണ്ടില്ലേ എന്താ പ്ലാന്? ഒരു പ്ലാനും ഇല്ലാതെ കണ്ടില്ലേ? തുറന്നു കൊടുക്കും, ഓപ്പൺ ആക്കി കൊടുത്തേ.